ആയിരിക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ ഫ്രണ്ടിലേറ്റി നടത്തുന്നു. നീ വന്നോ? ആശുപത്രിയിൽ നട്ടലൊടിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന സുഹൃത്തിന് താൻ ഫ്രൂട്ട്സ് കൂടാതെ ബ്ലഡും കൂടി കൊടുത്തോ? എന്താ മുഖം വല്ലാണ്ട് വിളറിയിരിക്കുന്നു? 2 സ്ട്രായുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അവിടെ ഒരു ഡ്രാക്കുല നിന്റെ ബ്ലഡ് ഊറ്റി കുടിക്കാൻ കാത്തിരിക്ക. ഇങ്ങനെ ആരാടാ ഡ്രാക്കുള? നിങ്ങളെ അല്ല, എന്റെ അപ്പൂപ്പൻ, നിങ്ങളുടെ കെട്ടിയോൻ. വന്നല്ലോ ഉത്തരക്കല്ല്. നേരെ കുളിമുറിലോട്ട് ചെല്ല്. ചൂടുള്ളതും കുഴമ്പ് റെഡിയാ. നന്നായിട്ട് തേച്ചങ്ങട് കുളിക്ക. അല്ലാണ്ട് ഓടി ക്ഷീണിച്ചതല്ലേ. ഈ മാസമെങ്കിലും 100 രൂപ സമ്പാദ്യപ്പെട്ടിടാമെന്ന് വിചാരിച്ചതാ. അത് ഗോപിയായി. അല്ല, ഇപ്പൊ പോയാ തിരുവനന്തപുരത്ത് എത്ര മണിക്കെത്തും? രാത്രി ഒരു 10 മണി കഴിയും. യൂണിയൻ മീറ്റിംഗിനല്ലേ? എല്ലാം കഴിഞ്ഞ് നാളെ എത്താൻ പറ്റുമോ? എത്തും. കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും എത്തും. രാത്രി മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നല്ല തണുപ്പും കുളിരും ഒക്കെ ഉണ്ടാവും. ഈ ഒറ്റ ചിന്തയുള്ളൂ. അയ്യടാ, നിന്റെ കാര്യം അല്ല പറഞ്ഞത്. ആ ചെറുക്കന്റെ മേലൊരു കണ്ണ് വേണം. പോത്ത് പോലെവിടെ ഉറങ്ങിക്കളയരുത്. വേഗം പറഞ്ഞേ. അമ്മ എണിക്കണതിന് മുമ്പ് എനിക്ക് പോണം. അമ്മ എണിക്കണേ എണിക്കട്ടെ. ഒരു ഉമ്മ തന്നാ വിടാം. അച്ഛന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തത് ഓർമ്മയില്ലേ? ഞാൻ ചെയ്തത് കള്ളസത്യം. സത്യം ചെയ്യുമ്പോഴേ ഞാൻ ഇങ്ങനെ പിടിച്ചിരുന്നു. ഇങ്ങനെ പിടിച്ച സത്യം പാലിക്കേണ്ടെന്നാ. ദിസ് ഈസ് സ്ട്രോങ് പ്രോമിസ്. കഷ്ടം കേട്ടോ. കുട്ടിയുടെ പഠിച്ച് വലിയ ആളായ അതിന്റെ ഗുണം നമുക്കല്ലേ? അച്ഛനും അമ്മയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ പറയണത്. അവരുടെ വിഷമം എന്താ മനസ്സിലാക്കാത്തത്? നീ എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്തത്? ഇപ്പൊ എനിക്കൊരു ഉമ്മ തന്നില്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഞാൻ പരീക്ഷ എഴുതില്ല കേട്ടോ. കുട്ടിയുടെ വേണ്ട കേട്ടോ. ഞാനിപ്പോ ഒച്ച വെക്കും. നീ ഒച്ചക്കണ്ട, ഞാൻ ഒച്ചക്കാം. ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കുക അല്ലടാ. എന്താ അറിയാത്തതിനെ പോലെ നീ എന്നെ അറിയില്ലല്ലേ? ഒന്ന് കോളത്തി തകഞ്ഞൻ ഇങ്ങനെ കൊറേ നേരമല്ലേ തല്ലണു. കാര്യം എന്താ വെച്ചാ പറ. കാര്യം എന്താണെന്ന് അറിയില്ലല്ലേ? നീ അറിയാതാണോ അവള് ഗർഭിണിയായത്? ചില്ല
കാശിന് വകയില്ലാതെ ഇപ്പോഴും തന്തയുടെ ചെലവിൽ കഴിയുന്ന തന്തയാൻ പോന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾ എന്റെ ഭാര്യയല്ലേ, അയൽപക്കത്തെ പെണ്ണൊന്നുമല്ലോ. തോന്യാസം കാണിച്ച് നിന്ന് ചിലക്കുന്നോ? സ്കൂളിൽ പഠിക്കുന്നവൻ പെണ്ണ് കെട്ടിക്കൊണ്ട് വന്ന് ഞാൻ ക്ഷമിച്ചു. മനസ്സ് നീറുകായിരുന്നു, എന്നിട്ട് സഹിച്ചു. ഇത് ഞാൻ സമ്മതിക്കില്ല. ഈ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അവളോട് വേഗം റെഡിയാൻ പറ, ആശുപത്രി പോണം. അത് തീരുമാനിക്കേണ്ടത് എന്റെ അച്ഛനല്ല. ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനാ. ഞാൻ തീരുമാനിക്കും. കുറെ ഞാൻ ക്ഷമിക്കണം, ഇത് പറ്റില്ല. എന്റെ കുഞ്ഞിനെ കൊല്ലണോ വളർത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാ, നിങ്ങളല്ല. എന്റെ കൺമുമ്പിൽ കണ്ടുപോലും എന്റെ വീടാ. എന്റെ ചെറുപ്പടിക്ക് നിൽക്കുന്നവർ മാത്രം മതി ഇവിടെ. നോക്കി നിൽക്കാൻ ഇറങ്ങി പോണ നായ. നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു നായ നിങ്ങൾക്ക് ആവശ്യം, അല്ലാണ്ട് മകനല്ല. അങ്ങനെ ഒരു നായായിട്ട് ഇവിടെ കിടക്കാൻ ഇനി എന്നെ കിട്ടില്ല. വേണ്ട, ഇറങ്ങി പോടാ. ഇങ്ങനെ ഒരു മകൻ എനിക്ക് ജനിച്ചിട്ടില്ല, ഞാൻ വിചാരിച്ചോളാം. ഇറങ്ങി വാടി നിന്ന് മോങ്ങാതെ. ഞാൻ വഴിയുള്ള ബന്ധം നീ ഇവരും തമ്മിലുള്ളൂ, അത് ഇന്നു പോലും ഇല്ല. ഞങ്ങളുടെ കുഞ്ഞിനെ വേണ്ടാത്ത ഈ വീട്ടിൽ ഞങ്ങളും വേണ്ട. വാടി. ഓട്ടടി, നശിക്കാനുള്ള ജന്മങ്ങൾ നശിച്ചാ തീരൂ. ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ? കുട്ടേട്ടന് എന്തെങ്കിലും ഒരു ജോലി കിട്ടണവരെ നമുക്ക് അവിടെ താമസിക്കാം. എന്നിട്ട് വേണം അച്ഛന് കൈകൊട്ടിച്ചിരിക്കാൻ. സ്വന്തം വീട്ടിൽ നിന്ന് വഴക്കിട്ടിറങ്ങിയ അഭിമാനി അച്ഛ വീടിന്റെ അടുക്കളയിലെ താമസം എന്ന് പറയിപ്പിക്കാൻ. അതിന് എന്നെ കിട്ടൊന്നുമില്ല. വാശിയുള്ള അച്ഛന്റെ മോൻ തന്നെ ഞാനും. ഇപ്പൊ എന്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, രാത്രിയാവുന്നതിന് മുമ്പ് നിന്നെ സുരക്ഷിതമായ സ്ഥലത്താക്കുക. എവിടെ? ഇവിടെ അടുത്ത് കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുണ്ട്. അവിടെ നീ സേഫ് ആയിരിക്കും. അതിന് ജോലിയുള്ളവർക്കല്ലേ അവിടെ അഡ്മിഷൻ കിട്ടൂ. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. പക്ഷെ അതല്ലല്ലോ പ്രധാന പ്രശ്നം. കല്യാണം കഴിഞ്ഞവരെ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതിനിപ്പോ ഇന്നു മുതൽ ഹോസ്റ്റൽ ജീവിതം കഴിയുന്നവരെ ഭൂമിയിലെ മാലാഖമാരായ കന്യാസ്ത്രീകൾക്ക് മുമ്പിൽ ഈ മാലു എന്റെ സഹോദരിയും ഞാൻ നിന്റെ സഹോദരനുമാവുന്നു. വേറൊരു നിവൃത്തിയില്ലാത്തോണ്ടാ മോളെ. ഇനി ആ താലിമാല കൂടി ഊരിക്കോ. താലി ഞാൻ ആരും കാണാതെ നോക്കിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല. ഹോസ്റ്റലിലെ ഡെപ്പോസിറ്റും റെന്റും മെസ്സും എല്ലാം കൂടി കയ്യിലുള്ളതുകൊണ്ടൊന്നും മതിയാവില്ല. 1-2 ആഴ്ചക്കുള്ളിൽ എന്തായാലും ഇത് വെക്കേണ്ടി വരും. എന്നാ പിന്നെ അതിപ്പോ തന്നെ ചെയ്യാം. ഊരിത. പരീക്ഷയിൽ ജയിക്കാൻ അമ്മ സരസ്വതിയുടെ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കെട്ടിത്തന്ന ചരടാ ഇത്. താലിച്ചരടാക്കാം. അന്ന് കല്യാണത്തിന് താലി കെട്ടിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇന്ന് മനസ്സമാധാനത്തോടെ ഈ ശുഭമുഹൂർത്തത്തിൽ കടലമ്മയെ സാക്ഷി നിർത്തി ഓമനക്കുട്ടൻ മാലുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഐ എം സോറി. പരിചയമുള്ള ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ എനിക്ക് കുട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് മദർ. മദർ ഈ കുപ്പായൊന്ന് ഊരി വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല മദർ, ഞങ്ങളുടെ സ്വന്തം അമ്മയെ പോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ ഞങ്ങൾ ഉപേക്ഷിക്കാൻ തോന്നില്ല. ഇവളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് ഭൂമിയിലെ മാലാഖമാർ ഞങ്ങളെ കൈവെടിയില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. ഇപ്പൊ ഞങ്ങളെ സഹായിച്ചാൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ മദറിന് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ ഏറ്റവും നല്ല പണി തന്നെ കിട്ടും. ഒരു പരിചയമില്ലാതെ ഞാൻ എങ്ങനെയാ? നാളെ രാവിലെ 10 മണിക്ക് കോഡിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യേണ്ടതാ ഇവക്ക്. പെങ്ങള് പെൺകുട്ടി ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ എന്റെ കൂടെ YMCA താമസിപ്പിച്ചാനെ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ റൂമില്ല. വരൂ മാലതി. മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് തിരുവചനം വിശ്വസിച്ചതാ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എത്ര മുട്ടിയിട്ടും തുറക്കില്ലെന്ന് വെച്ചാ ഇനിയിപ്പോ വല്ല ലോഡ്ജിലെങ്ങാനും പോയി മുറിയെടുക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? നാളത്തെ പത്രത്തില് യുവാവും യുവതിയും കൊല ചെയ്യപ്പെട്ടു എന്നോ യുവാവിനെ കെട്ടിയിട്ട് യുവതിയെ പീഡിപ്പിച്ചു എന്നെങ്ങാനും വെണ്ടയ്ക്ക് അക്ഷരത്തിൽ വായിച്ചാൽ ഞങ്ങളെ അറിയില്ലെന്ന് മാത്രം മാതൃ പറയരുത്. വരൂ മാലതി. എക്സ്ക്യൂസ് മീ. വാതില് തുറക്കാൻ പോവാ.
തൽക്കാലത്തേക്ക് മറ്റൊരിടം കിട്ടുന്നത് വരെ ഇവിടെ താമസിക്കാം. ഉവ്വ. നാളെ ആരുടെയെങ്കിലും റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ട് തരണം. ലെറ്റർ ഞാൻ എത്ര വേണേലും കൊണ്ടുതരാം സിസ്റ്റർ. ആ സിസ്റ്റർ, ഈ കുട്ടിയെ വാസന്തിയുടെ മുറിയിലേക്ക് കൊണ്ടാക്കിക്കോളൂ. വരൂ. പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഏട്ടൻ നാളെ രാവിലെ വരാം. എന്റെ കുട്ടി. എന്റെ കുട്ടി? ഏത് കുട്ടി? എനിക്കില്ലാത്ത മോൻ നിനക്കെന്തിനടി? എന്റെ മോഹത്ത് ആറ്റത്തിപ്പിട്ട് ഇവിടെ ഇറങ്ങിപ്പോയൻ അവൻ. അവൻ എന്റെ മോനല്ല, ശത്രുവാണ്, ആജന്മ ശത്രു. അവൻ എവിടെയെങ്കിലും പോയി തൊലട്ടെ. തൊലയാൻ പോണത് നിങ്ങളാ. കുടുംബവും കുട്ടികളൊന്നും ഇല്ലെങ്കിലും അച്ഛനും മക്കളും പരസ്പരം എങ്ങനെയാ മനസ്സിലാക്കേണ്ടതെന്ന് ബഹുമാനിക്കേണ്ടതെന്ന് എനിക്കും അറിയാം. തന്റെ മക്കൾ തന്നോളമായാൽ താനെന്ന് വിളിക്കണമെന്ന പ്രമാണം. ഒരു നല്ല വാക്ക് ഇന്നുവരെ അവനോട് പറഞ്ഞിട്ടുണ്ടോ? പരിഹാസത്തോടെയല്ല താൻ ഇന്നുവരെ അവന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അവനും തന്നെ പോലെ ഒരാണാ. അവന്റെ മൂക്കിന് താഴെയുള്ളത് മീശ തന്നെയാ. അത് വളരെ നല്ല കാര്യമല്ലേ? ആ മീശയും പിടിച്ചോണ്ടുള്ള കാലം മുഴുവൻ ജീവിക്കാമല്ലോ. പെങ്കോന്തൻ. തനിക്കറിയില്ല കൈമളെ, അവനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനാ ഞാൻ. കുറേയേറെ ആഗ്രഹങ്ങൾ എനിക്കുണ്ടായിരുന്നു. എല്ലാ തന്തമാരും അങ്ങനെ തന്നെയാണോ? താൻ പൂങ്കിനാവ് കണ്ടത് ആഗ്രഹിച്ചു എന്നൊക്കെ അവന്റെ തെറ്റാണോ? എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റാ. ഓരോ ഇയാളൊരു കാര്യം പറയുമ്പോ ഇങ്ങനെ ഒറ്റ ഇരട്ടയും പറഞ്ഞിരിക്കാണ്ട് മാഷെങ്കിലും പോയി അന്വേഷിക്കണുണ്ടോ? പെറ്റ വയറിനെ അതിന്റെ തന്നെ അറിയൂ. മിണ്ടിപ്പോരുത്. എഴുതി തള്ളിതാ ഞാൻ അവനെ. ഓട്ടെ. എവിടെ പോകാനാ? ചെമ്മീൻ തുള്ളിയാ ചട്ടി വരെ. ആ പെണ്ണിന്റെ കയ്യിലും കഴുത്തിലും ഉള്ളത് വിറ്റോ പണയം വെച്ചോ നിന്ന് കഴിയുമ്പോ കോടിച്ചി പട്ടിയെ പോലെ കയറി വരും അവൻ. അതെനിക്ക് ഉറപ്പാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് കാണും. അവന്റെ തന്തയാ പറയുന്നത്. ആ തന്തയുടെ മോൻ തന്നെയാ അവനും. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നാൽ ഒരു കൊടിച്ചിപ്പട്ടിയെ പോലെ തന്റെ മുന്നിൽ വരണേലും ഭേദം ഒരു മുഴം കയറിലാ ജീവനങ്ങ് ഒടുക്കിയാൽ മതിയെന്ന് അവർക്ക് തോന്നിയാലോ?